ഫ്രീ റൺ ബിയോണ്ട് ജേണീസ് ഉണ്ട്. ഈ ഒരു അനിമെ ക്രഞ്ചി റോളിൻ്റെ അനിമെ ഓഫ് ദ ഇയർ അവാർഡ്സിൽ നോമിനേഷൻ ഉള്ളൊരു അനിമയാണ്. അപ്പം കുറേ അധികം പേര് പറഞ്ഞു ഇത് ഒരു അടിപൊളി അനിമയാണ്, അതായത് ഈ ഒരു അവാർഡ് ഇതിന് കിട്ടേണ്ടതാണ് എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് ഞാൻ ഇത് കാണാൻ പോകുന്നത്. ഇത് കണ്ടു തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചേ ഇത് ഈ പറഞ്ഞത്രയൊന്നും ഇല്ലല്ലോ, ഇതിന് എനിക്ക് തോന്നുന്നതാണോ എന്നുള്ളൊരു ഡൗട്ട് വരെ എനിക്ക് തോന്നി. പക്ഷേ പിന്നെ ഓരോ എപ്പിസോഡ് കഴിയും തോറും ആ ഒരു വേൾഡ് ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നതും ആ ഒരു ക്യാരക്ടറുകളുടെ കാര്യം പറഞ്ഞു വരുന്നതും ആ ഒരു സ്ട്രക്ചറിങ് ഒക്കെ ഭയങ്കര രസമാണ്. നമ്മളിങ്ങനെ ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിട്ടിരുന്ന് കാണുന്ന അനിമകളുണ്ട്, അങ്ങനെ കാണാൻ പറ്റുന്നൊരു സാധനമാണിത്. സത്യം പറഞ്ഞാൽ ഇത് ഒരു സെൻട്രൽ ക്യാരക്ടറിൽ ഒതുങ്ങി നിൽക്കുന്ന അനിമയല്ല. ഇതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സിനും ഈക്വലായിട്ടുള്ളൊരിതുണ്ട്. ഓരോ ക്യാരക്ടേഴ്സിനെയും പറഞ്ഞു പോകുന്നുണ്ട്, അവരുടെ ബാക്ക് സ്റ്റോറി പറഞ്ഞു പോകുന്നുണ്ട്. കുറേ അധികം കിടിലം വിഷ്വൽസും ഭയങ്കര ബ്യൂട്ടിഫുൾ വിഷ്വൽസ്, നമുക്കിങ്ങനെ ഒന്നും ആലോചിക്കാതിരുന്ന് കാണാൻ പറ്റുന്ന ഒരു അനിമെ. ആക്ഷൻ സീക്വൻസുകളുണ്ട്, അതില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. കുറേ അധികം നല്ല ആക്ഷൻ സീക്വൻസുകളുണ്ട്. ഇതിനകത്ത് ക്യാരക്ടേഴ്സ്, മെയിൻ ക്യാരക്ടേഴ്സ് അങ്ങനത്തെയാണ്. ഭയങ്കര രസമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ അനിമയിൽ ലയിച്ചിരുന്ന് കാണുക എന്നൊക്കെ പറയില്ല, അങ്ങനെ ഇരുന്ന് കാണാൻ പറ്റുന്നൊരു കിടിലമാണ്. മേ ബി ഈ ഒരു അനിമയ്ക്ക് അനിമെ ഓഫ് ദ ഇയർ അവാർഡ് കിട്ടില്ലായിരിക്കും. സോളോ ലെവലിംഗ് ഫാൻസിനെ വെച്ചിട്ട് ആ ഒരു അവാർഡ് സോളോ ലെവലിംഗിന് കിട്ടുമായിരിക്കും. പക്ഷേ ഇത് ഭയങ്കര വർത്ത് വാച്ചിങ് ആണ്. ആക്ച്വലി ഇതിനാണ് ആ ഒരു അവാർഡ് കിട്ടേണ്ടത്. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ സാധനമാണിത്.